Hello everyone, welcome back to my channel. English Grammar and Usageലെ തേർഡ് മൊഡ്യൂളിലെ കൊളൊക്കേഷൻ എന്നുള്ള ചാപ്റ്റർ നമ്പർ 14 ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൊളൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഫെമിലിയർ ഗ്രൂപ്പിംഗ് ഓഫ് വേർഡ്സ് വിച്ച് അപ്പിയേഴ്സ് ടുഗദർ ബിക്കോസ് ഓഫ് ദെയർ ഹാബിച്വൽ യൂസ് ആൻഡ് ദസ് ക്രിയേറ്റിംഗ് ദ സെയിം മീനിങ് ഈസ് കോൾഡ് കൊളൊക്കേഷൻ. അപ്പോൾ കൊളൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില വേർഡ്സിനെ ഗ്രൂപ്പിംഗ് ചെയ്തിട്ട് പക്ഷെ ആ ഒരു വേർഡിന് കൂടെ ചില വേർഡ്സ് ചില സ്പെസിഫിക് ആയിട്ടുള്ള വേർഡ്സിന് കൂടെ ചില സ്പെസിഫിക് ആയിട്ടുള്ള വേർഡുകൾ മാത്രം വരുള്ളൂ. അങ്ങനെ ഒരു ഫെമിലിയർ ഗ്രൂപ്പിംഗ് ഓഫ് വേർഡ്സ് അത് എന്താണ് ടുഗദർ ആയിരിക്കും. കാരണം അതങ്ങനെ ഹാബിച്വലായിട്ട് നമ്മൾ യൂസ് ചെയ്ത് വന്നിട്ടുള്ളതായിരിക്കും. ചില വേർഡ്സിൻ്റെ കൂടെ ചില വേർഡ്സ് മാത്രം വരികയുള്ളൂ അങ്ങനെ അത്തരത്തിലുള്ള ചില വാക്കുകൾക്കാണ് കൊളൊക്കേഷൻ എന്ന് പറയുക. കോ ലൊക്കേഷൻ എന്നുള്ളതിൽ നിന്നാണ് കൊളൊക്കേഷൻ എന്നുള്ളത് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നല്ല ശക്തിയായിട്ട് മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ പറയും ഹെവി റെയിൻ എന്ന് പറയും. അല്ലാതെ നമ്മൾ ഒരിക്കലും ബിഗ് റെയിൻ എന്നോ സ്ട്രോങ് റെയിൻ എന്നോ എന്ന് പറയില്ല. അപ്പോൾ റെയിനിൻ്റെ ആ ഒരു ശക്തിയായിട്ടുള്ള മഴ കാണിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും ഹെവി റെയിൻ എന്നാ വരുള്ളൂ. അപ്പോൾ ഹെവി എന്നുള്ളതിൻ്റെ കൂടെ റെയിൻ അല്ലെങ്കിൽ റെയിനിൻ്റെ സ്ട്രോങ്നെസ് കാണിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും ഹെവിയാണ് യൂസ് ചെയ്യുക. അല്ലാതെ ബിഗ് എന്നോ സ്ട്രോങ് എന്നോ യൂസ് ചെയ്യില്ല. ഇനി അതേ പകരം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടീ ആണെങ്കിലോ സ്ട്രോങ് ആയിട്ടുള്ള ചായ ആണെങ്കിൽ നമ്മൾ സ്ട്രോങ് ടീ എന്ന് പറയും. അല്ലാതെ പവർഫുൾ ടീ എന്നോ അല്ലെങ്കിൽ ഹെവി ടീ എന്നോ ഒരിക്കലും പറയില്ല. അപ്പോൾ ടീ എന്നുള്ളിടത്ത് അവിടെ സ്ട്രോങ് വന്നു, പക്ഷെ റെയിനിൻ്റെ കേസിൽ ഹെവിയാണ് വന്നത്. അങ്ങനെ ചില വേർഡ്സിൻ്റെ കൂടെ ചിലത് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അതങ്ങനെ ഫിക്സ്ഡ് ആണ്. അല്ലെങ്കിൽ അത് നമുക്കൊരു അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതെന്തോ ഒരു പൊരുത്തക്കേടായിട്ട് തോന്നും. അത്തരത്തിലുള്ള വാക്കുകളാണ് കൊളൊക്കേഷൻ. There are many situations where we use a particular set of words to sound naturally correct. അതിന് നാച്ചുറലി കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പല വേർഡ്സിൻ്റെ കൂടെ ചില വേർഡ്സ് മാത്രം ഒരു പാർട്ടിക്കുലർ വേർഡ് മാത്രം യൂസ് ചെയ്യാറുള്ളൂ. അതെന്തിനാണെന്ന് വെച്ചാൽ അവരെ എപ്പോഴും അങ്ങനെ ഒരുമിച്ച് വരാനും പാടുള്ളൂ. അതിനെ നമുക്ക് ഒരു കൊളൊക്കേഷൻ എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്താനായിട്ടും സാധിക്കും. അത്തരത്തിലുള്ള വാക്കുകളെ നമുക്ക് കൊളൊക്കേഷൻ എന്ന് പറയാം. അപ്പോൾ എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ടു ഡു ഹോംവർക്ക്, ടു മേക്ക് ദ ബെഡ്. ഈ ഒരു മേക്ക് ദ ബെഡ് എന്ന് പറഞ്ഞാൽ ബെഡ് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ബെഡ് നമ്മൾ നേരാക്കി വെക്കുന്നതിനാണ് മേക്ക് ദ ബെഡ് എന്ന് പറയുക. അതിന് പകരം നമുക്ക് ടു ബിൽഡ് ദ ബെഡ് എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. മേക്കും ബിൽഡും ഒരേ മീനിങ് ആണ്, പക്ഷെ ഒരിക്കലും ബിൽഡ് ദ ബെഡ് എന്ന് പറയില്ല. അതുപോലെ ടു ടേക്ക് എ റിസ്ക് എടുക്കുക എന്നുള്ളത് ടു ടേക്ക് എ റിസ്ക് എന്നാണ് നമ്മൾ പറയുക. അല്ലാതെ വേറെ വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യില്ല. അതുപോലെ ടു ടൈ ദ നോട്ട് എന്നുള്ളത് കല്യാണം കഴിക്കുന്നതിനെയാണ് ടു ടൈ ദ നോട്ട് എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെ ചില വാക്കുകളുടെ കൂടെ ചില വാക്കുകൾ മാത്രം വരുള്ളൂ. ചിലതിന് ചില ഫെമിലിയറേറ്റ് ആയിട്ടുള്ള വാക്കുകൾ ഉണ്ടായിരിക്കും. അല്ലാതെ അവർക്ക് പകരം നമ്മൾ വേറെ വാക്കുകളൊന്നും യൂസ് ചെയ്യില്ല. അതാണ് കൊളൊക്കേഷൻ. അപ്പോൾ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ടു എൻഹാൻസ് ദ ബ്യൂട്ടി ഓഫ് എ ലാംഗ്വേജ് ആൻഡ് മേക്ക് ഇറ്റ് നാച്ചുറൽ ആൻഡ് ഇൻട്രസ്റ്റിംഗ്. നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിൻ്റെ ബ്യൂട്ടി കൂട്ടാനും ലാംഗ്വേജിന് കുറച്ചുകൂടി നാച്ചുറലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറ്റാനും അതുപോലെ തന്നെ ഒരാളുടെ വൊക്കാബുലറി കൂട്ടാനും ഈ ഒരു കൊളൊക്കേഷൻസ് സഹായിക്കുന്നുണ്ട്. അങ്ങനെ വേർബ്, നൗണ്, അഡ്ജക്റ്റീവ് അങ്ങനെ പലതും കൂട്ടിച്ചേർത്തിട്ട് പലതരത്തിലുള്ള കൊളൊക്കേഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആഡ്വെർബും അഡ്ജക്റ്റീവും തമ്മിൽ ആഡ് ചെയ്തിട്ടുള്ള കൊളൊക്കേഷനാണ് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ്. കംപ്ലീറ്റ്ലി ഒരു ആഡ്വെർബാണ്, സാറ്റിസ്ഫൈഡ് എന്നുള്ളത് ഒരു അഡ്ജക്റ്റീവാണ്. ദെൻ അഡ്ജക്റ്റീവ് പ്ലസ് നൗൺ ചേർത്തിട്ടുള്ള കോമ്പിനേഷനാണ് എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ. നൗൺ പ്ലസ് വേർബാണ് ലയൺസ് റോർ. വേർബ് പ്ലസ് നൗണാണ് കമ്മിറ്റ് സൂയിസൈഡ്. വേർബ് പ്ലസ് എക്സ്പ്രഷൻ വിത്ത് പ്രിപ്പോസിഷനാണ് ബേഴ്സ്റ്റ് ഇൻ ടു ടിയേഴ്സ്. അതുപോലെ വേർബ് പ്ലസ് ആഡ്വെർബിന് എക്സാമ്പിളാണ് വേവ് ഫ്രാൻറ്റിക്കലി. ഇങ്ങനെ പലതരത്തിലുള്ള കൊളൊക്കേഷൻസ് ഉണ്ട്. ഇനി കുറച്ച് കോമൺ ആയിട്ടുള്ള കൊളൊക്കേഷൻസ് ഇവിടെ പേജ് നമ്പർ 118 കൊടുത്തിട്ടുണ്ട്. വേർബിൻ്റെ കൂടെ വരുന്ന ചില കൊളൊക്കേഷൻ. കം എന്ന് പറയുന്ന വേർബ്, ഗോ എന്ന് പറയുന്ന വേർബിൻ്റെ കൂടെ വരാവുന്ന വേർഡുകൾ ചേർത്തിട്ടുള്ള കൊളൊക്കേഷൻ. ഗെറ്റിൻ്റെ കൂടെ, കമ്മിൻ്റെ കൂടെ ആണെങ്കിൽ കം ക്ലോസ്, കം ഫേസ്റ്റ്, കം ടു എൻ എഗ്രിമെൻറ്റ്. ഗോയുടെ കൂടെ ഗോ മിസ്സിങ്, ഗോ ഡെഫ്, ഗോ ഓൺലൈൻ, ഗോ ക്വൈറ്റ്. ഗെറ്റിൻ്റെ കൂടെ ഗെറ്റ് റിഡ് ഓഫ്, ഗെറ്റ് ആംഗ്രി, ഗെറ്റ് സ്റ്റാർട്ടഡ്, ഗെറ്റ് ദ മെസ്സേജ്. കീപ്പിൻ്റെ കൂടെ കീപ്പ് എ ഡയറി, കീപ്പ് എ പ്രോമിസ്, കീപ്പ് എ സീക്രട്ട്. സേവിൻ്റെ കൂടെ സേവ് ഇലക്ട്രിസിറ്റി, സേവ് എനർജി, സേവ് മണി. അപ്പോൾ ഒരു കീപ്പ് എ ഡയറി എന്നുള്ളതിന് പകരം നമ്മൾ ഒരിക്കലും ഡയറി സൂക്ഷിക്കുക എന്നുള്ളതിനാണ് കീപ്പ് എ ഡയറി എന്ന് പറയുക. പക്ഷെ സേവ് എന്ന് പറഞ്ഞാലും എന്താണ്, സൂക്ഷിക്കുക എന്നല്ലേ. പക്ഷെ നമ്മൾ ഒരിക്കലും സേവ് എ ഡയറി എന്ന് പറയില്ല.
അതുപോലെ ഡൂവിൻ്റെ കൂടെ ഡു ബിസിനസ്, ഡു നത്തിങ്, ഡു സമ്മൺ എ ഫേവർ, ടേക്ക് എ ബ്രേക്ക്, ടേക്ക് എ ചാൻസ്, ടേക്ക് എ ലുക്ക്. ക്യാച്ചിൻ്റെ കൂടെ ക്യാച്ച് എ ബോൾ, ക്യാച്ച് എ ബസ്, ക്യാച്ച് എ ചിൽ. ഹാവിൻ്റെ കൂടെ ഹാവ് എ ബാത്ത്, ഹാവ് എ ഹെയർ കട്ട്. ദെൻ ബ്രേക്കിൻ്റെ കൂടെ ബ്രേക്ക് എ റെക്കോർഡ്, ബ്രേക്ക് എ ലെഗ്. പേയുടെ കൂടെ പേ അറ്റൻഷൻ, പേ ഫൈൻ. മേക്കിൻ്റെ കൂടെ മേക്ക് എ മെസ്, മേക്ക് എ ഡിഫറൻസ്, മേക്ക് എ നോയ്സ്. അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള ഈ ഓരോ വേർബിൻ്റെ കൂടെയും വരുന്ന ചില കോമൺ കൊളൊക്കേഷനാണ് ഇവിടെ ഇങ്ങനെ ടാബിൾ ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കാം. ഇനി മൂമെൻറ്റ് എന്നുള്ള വേർഡിൻ്റെ കൂടെ ഒരുപാട് ഹ്യൂജ് നമ്പർ ഓഫ് കൊളൊക്കേഷൻസ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതും ഇവിടെ പേജ് നമ്പർ 190 കൊടുത്തിട്ടുണ്ട്. ആദ്യം മൂവ്മെൻറ്റ് നൗണായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഫസ്റ്റ് ആക്ട് ഓഫ് മൂവിങ്. നൗണായിട്ട് നമ്മൾ എടുക്കുമ്പോൾ അത് ആക്ട് ഓഫ് മൂവിങ്, അതായത് മൂവിങ് എന്നുള്ളതിനെ തന്നെ പലതരത്തിൽ ഡിഫൈൻ ചെയ്യുന്ന രീതിയിൽ കുറച്ച് ഇവിടെ ഫസ്റ്റ് കോളം അതാണ് അഡ്ജക്റ്റീവ് പ്ലസ് മൂവ്മെൻറ്റ്. ആക്ട് ഓഫ് മൂവിങ്ങിനെയാണ് നമ്മൾ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു നൗണായിട്ടാണ് വരുന്നത്. അതിന് തന്നെ മൂവ്മെൻറ്റിനെ പലതരത്തിലുള്ള മൂവ്മെൻറ്റിനെ അഡ്ജക്റ്റീവിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് കാണിക്കുന്ന മൂവ്മെൻറ്റിനുള്ള എക്സാമ്പിൾ ബിഗ് മൂവ്മെൻറ്റ്. അത് വലിയ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു തരം മൂവ്മെൻറ്റാണ്. അതുപോലെ ലിറ്റിൽ മൂവ്മെൻറ്റ്, അതൊക്കെ ആക്ട് ഓഫ് മൂവ്മെൻ്റ് ആണ്, മൂവിങ് ആണ്. ലിറ്റിൽ മൂവ്മെൻറ്റ്, ദെൻ സ്ലൈറ്റ് മൂവ്മെൻറ്റ്, സ്മോൾ മൂവ്മെൻറ്റ്, ടൈനി മൂവ്മെൻറ്റ്, ക്വിക്ക് മൂവ്മെൻറ്റ്, ഇതൊക്കെ ആക്ട് ഓഫ് മൂവിങ് അല്ലെങ്കിൽ മൂവ്മെൻറ്റിൻ്റെ എക്സാമ്പിൾസ് ആണ്. മൂവ്മെൻറ്റിനെ നൗണായിട്ട് എടുക്കുമ്പോഴുള്ള എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഈ നൗണായിട്ട് മൂവ്മെൻറ്റിന് എടുക്കുമ്പോൾ അഡ്ജക്റ്റീവ് പ്ലസ് മൂവ്മെൻറ്റ് എന്നുള്ള ഫോർമാറ്റിനുള്ള എക്സാമ്പിൾസ് ആണ് ഈ ഒരു കോളം. ഇനി അതുപോലെ വേർബ് പ്ലസ് മൂവ്മെൻറ്റ് എന്നുള്ള കൊളൊക്കേഷൻ, മൂവ്മെൻറ്റിന് നമ്മൾ ഒരു മൂവ്മെൻറ്റിന് കൂടെ വേർബ് ആഡ് ചെയ്തിട്ടുള്ള കൊളൊക്കേഷൻ വരുമ്പോൾ മേക്ക് മൂവ്മെൻറ്റ്, പ്രൊഡ്യൂസ് മൂവ്മെൻറ്റ്, ആലോ മൂവ്മെൻറ്റ്, കൺട്രോൾ മൂവ്മെൻറ്റ്, ഡിറക്റ്റ് മൂവ്മെൻറ്റ്, ഫെസിലിറ്റേറ്റ് മൂവ്മെൻറ്റ്, അങ്ങനെ കുറച്ച് ഇവിടെ വേർബ് പ്ലസ് മൂവ്മെൻറ്റിൻ്റെ എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ മൂവ്മെൻറ്റ് പ്ലസ് വേർബ്, അതിനുള്ള കുറച്ച് വേർഡുകൾ വരുന്നത് ഒക്കെ, ക്യാച്ച് യുവർ ഐ, അതൊക്കെയാണ് വേർബ്. മൂവ്മെൻറ്റിന് ശേഷം നമ്മൾ വേർബ് ആഡ് ചെയ്തിട്ട് വരുന്ന കൊളൊക്കേഷൻ. എക്സാമ്പിൾ ഇട്ട് പറയുകയാണെങ്കിൽ എ മൂവ്മെൻറ്റ് ഒക്കേർഡ്, എ മൂവ്മെൻറ്റ് കോട്ട് ഇസ് ഐ, എ മൂവ്മെൻറ്റ് എമേർജ്ഡ്, ദ മൂവ്മെൻറ്റ് ഡെവലപ്ഡ്, ദ മൂവ്മെൻറ്റ് ഗെയിൻഡ് സ്ട്രെങ്ത്, ദ മൂവ്മെൻറ്റ് റീച്ച്ഡ് ഇറ്റ്സ് പീക്ക്. അങ്ങനെ മൂവ്മെൻറ്റിന് ശേഷം വേർബ് വരുന്ന കൊളൊക്കേഷൻസ്. ഇനി അതുപോലെ മൂവ്മെൻറ്റിൻ്റെ ഫ്രേസസ്, ദ ഡയറക്ഷൻ, റേറ്റ്, സ്പീഡ് ഓഫ് മൂവ്മെൻറ്റ്, ദ ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ്, ദ റേറ്റ് ഓഫ് മൂവ്മെൻറ്റ്, ദ സ്പീഡ് ഓഫ് മൂവ്മെൻറ്റ്, സാധാരണയായിട്ട് ഫിസിക്സിലൊക്കെ വരുന്ന പോലത്തെ വേർഡ്സ്. ദെൻ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്, മൂവ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ, ഗുഡ്സ് ഓർ ലേബർ മൂവ്മെൻറ്റ്, എ സെൻസ് ഓഫ് മൂവ്മെൻറ്റ്, അങ്ങനെയുള്ള മൂവ്മെൻറ്റ് ഫ്രേസസുകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ മൂവ്മെൻറ്റിൻ്റെ കൂടെ മൂവ്മെൻറ്റ് പ്ലസ് പ്രിപ്പോസിഷൻ, എ മൂവ്മെൻറ്റ് എഗെയിൻസ്റ്റ്, എ മൂവ്മെൻറ്റ് ഫോർ, അതൊക്കെ മൂവ്മെൻറ്റ് പ്ലസ് പ്രിപ്പോസിഷന് എക്സാമ്പിളാണ്. ഇനി അതുപോലെ മൂവ്മെൻറ്റ് കൊളൊക്കേഷൻസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കാണിക്കാൻ വേണ്ടിയിട്ട് മൂവ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് സാധാരണ പലതരത്തിലുള്ള കൊളൊക്കേഷൻസ് കാണിക്കാറുണ്ട്. അത്തരത്തിലുള്ള കുറച്ച് കൊളൊക്കേഷൻസ് ആണ് റാഡിക്കൽ മൂവ്മെൻറ്റ്, മാസ് മൂവ്മെൻറ്റ്, പോപ്പുലാർ മൂവ്മെൻറ്റ്. നമ്മളിവിടെയൊക്കെ ഫ്രീഡം മൂവ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ വരുന്നവയാണ് ഇത്. ഓർഗനൈസ്ഡ് മൂവ്മെൻറ്റ്, ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റ്. ഇനി അതുപോലെ വേർബ് പ്ലസ് മൂവ്മെൻറ്റ്, വേർബ് പ്ലസ് മൂവ്മെൻറ്റ് കുറച്ച് എക്സാമ്പിളാണ് ക്രിയേറ്റ് എ മൂവ്മെൻറ്റ്, എസ്റ്റാബ്ലിഷ് എ മൂവ്മെൻറ്റ്, ലോഞ്ച് എ മൂവ്മെൻറ്റ്. അപ്പോൾ നേരത്തെയും കുറച്ച് വേർബ് പ്ലസ് മൂവ്മെൻറ്റ് ഇവിടെ പറഞ്ഞു, അതുപോലെ ഇവിടെ വീണ്ടും കുറച്ച് വേർബ് പ്ലസ് മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇനി ഇതിന് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരിക നോക്കാം. എക്സസൈസ് 1 നോക്കുക, പേജ് നമ്പർ 121. അതിൽ തന്നിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഒരു ഭാഗം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കൊളൊക്കേഷൻ നമ്മളോട് ചൂസ് ചെയ്ത് എഴുതാൻ പറയും. ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരിക്കും. ദ ചൈൽഡ് വാസ് ഡാഷ് അവേക്ക് അറ്റ് മിഡ് നൈറ്റ്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഹൈലി, എൻറ്റയർലി, വൈഡ്, ടോട്ടലി. അപ്പോൾ ഇവിടെ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഡ് എന്നാണ്. ഈ ഓരോ മീനിങ്ങുകൾക്കും ഓരോ തന്നിട്ടുള്ള ഓപ്ഷൻസിനും ഏകദേശം സിമിലർ ആയിട്ടുള്ള മീനിങ്ങാണ്. പക്ഷെ അവേക്ക് എന്നതിൻ്റെ കൂടെ വൈഡാണ് അവിടെ അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്നത്. വൈഡ് അവേക്ക് അറ്റ് മിഡ് നൈറ്റ് എന്നാണ് വരിക. ഇനി അടുത്ത സെൻറ്റൻസ് യു നീഡ് ഡാഷ് എക്സസൈസ് ടു മെയിൻറ്റെയിൻ യുവർ ഫിഗർ. അവിടെ ഏതാണ് അപ്രോപ്രിയേറ്റ് ആയിട്ട് വരിക? അത് നമുക്ക് ഒരുവിധം എല്ലാവർക്കും കിട്ടുന്നതാണ്. യു നീഡ് റെഗുലർ എക്സസൈസ് ടു മെയിൻറ്റെയിൻ യുവർ ഫിഗർ. നോർമലായിട്ട് നമ്മൾ കേൾക്കാറുള്ള ഒരു സെൻറ്റൻസ് ആണത്. ഒരു എക്സാമ്പിൾ കൂടി ഒരു സെൻറ്റൻസ് കൂടി നോക്കാം. സം സ്റ്റുഡൻസ് വിൽ ബി ലേറ്റ് ടുഡേ, ദർ ഈസ് റിയലി എ ഡാഷ് ട്രാഫിക് ടുഡേ. അപ്പോൾ ഇതും ചിലപ്പോൾ നമ്മൾ സാധാരണയായിട്ട് കേൾക്കാറുള്ള ഒരു വേർഡാണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കിട്ടും. ഇതിൻ്റെ ഓപ്ഷൻ എ ബാഡ്, ബി ഹാഷ്,
സി ഹൈ, ഡി ഹെവി. അപ്പോൾ ഇവിടെ ദർ ഈസ് എ റിയലി എ ഹെവി ട്രാഫിക് ടുഡേ എന്നുള്ളതാണ് അവിടെ വരിക. കാരണം ട്രാഫിക്കിൻ്റെ ഇത് നമ്മൾ പറയുമ്പോൾ ഹെവി എന്നായിട്ടാണ് വരിക. ഹെവി ട്രാഫിക് എന്നുള്ളതാണ് കൊളൊക്കേഷൻ. ഇനി അതുപോലെ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തന്നിട്ടുണ്ടായിരിക്കും. അവിടെ വരാൻ ചാൻസ് ഉള്ള കൊളൊക്കേഷൻസ് ഫുള്ളായിട്ട് നമുക്ക് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് തിരഞ്ഞെടുത്തിട്ട് എഴുതാനായിട്ട് നമ്മളോട് പറയും. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എക്സസൈസ് 2. ദ മീറ്റിംഗ് ടുക്ക് ഓൾമോസ്റ്റ് 5 hours, സോ ഇറ്റ് വാസ് ഇമ്പോസിബിൾ ടു ഡാഷ് അറ്റൻഷൻ ഓൾ ദ ടൈം. അപ്പോൾ കൊളൊക്കേഷൻ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകണമെങ്കിൽ ആദ്യം ആ സെൻറ്റൻസിൻ്റെ മീനിങ് എന്താണെന്ന് നമ്മൾ നോക്കുക. അപ്പോൾ ദ മീറ്റിംഗ് ടുക്ക് ഓൾമോസ്റ്റ് 5 hours, സോ ഇറ്റ് വാസ് ഇമ്പോസിബിൾ ടു ഡാഷ് അറ്റൻഷൻ ഓൾ ദ ടൈം. 5 മണിക്കൂറിലധികം സമയം എടുത്തുകൊണ്ട് എപ്പോഴും ശ്രദ്ധ, അറ്റൻഷൻ ഓൾ ദ ടൈം എന്നാണ് പറഞ്ഞത്. ശ്രദ്ധ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്നാണ് അതിൻ്റെ ടോട്ടൽ മീനിങ് വരിക. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളതിന്, ശ്രദ്ധിക്കൂ എന്നുള്ളതിനൊക്കെ നമ്മൾ പറയുക പേ അറ്റൻഷൻ എന്നുള്ളതാണ് അതിൻ്റെ കൂടെ വരിക. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കുക. ദ പ്രോബ്ലം ഈസ് ഡിഫിക്കൽട്ട് ടു ഡാഷ് അണ്ടർ കൺട്രോൾ. ഈ ഒരു സെൻറ്റൻസ് നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒരു സെൻറ്റൻസാണ്. പ്രോബ്ലം നല്ല ഡിഫിക്കൽട്ടാണ്, അതുകൊണ്ട് തന്നെ നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ കീപ്പ് അണ്ടർ കൺട്രോൾ എന്നാണ് അവിടെ വരിക. കീപ്പ് അണ്ടർ കൺട്രോൾ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള കൊളൊക്കേഷൻ. ദെൻ അടുത്ത സെൻറ്റൻസ്. ഇറ്റ് ടുക്ക് അസ് ഓൾ ഡേ ടു ക്ലീൻ അപ്പ് ദ ഓഫീസ് ആഫ്റ്റർ ദ ബർഗ്ലറി, ദ തീവ്സ് ഡാഷ് എ ടെറിബിൾ മെസ്. ഒരു മോഷണത്തിന് ശേഷം ഞങ്ങൾക്ക് ഒരു ദിവസം മുഴുവൻ എടുത്തു ഓഫീസ് ക്ലീൻ ചെയ്യാനായിട്ട്. ബർഗ്ലറി, ദ തീവ്സ്, പിന്നെ പറയുന്ന കള്ളന്മാർ വളരെയധികം ടെറിബിൾ മെസ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ ടെറിബിൾ മെസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിനുള്ള വേർഡ് നമുക്ക് തന്നിട്ടുള്ളതിൽ നിന്ന് മെയ്ക്കും വരും മെയ്ഡും വരും, പക്ഷെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് തന്നെ മെയ്ഡ് ആയിരിക്കും വരിക. അപ്പോൾ മെയ്ഡ് എ ടെറിബിൾ മെസ് എന്നുള്ളത് വരുമ്പോഴാണ് ആ ഒരു സെൻറ്റൻസ് കറക്റ്റായിട്ട് മാച്ച് ആവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു സെൻറ്റൻസ് തന്നിട്ട് അതിൻ്റെ മീനിങ് നോക്കിയിട്ടാണ് കൊളൊക്കേഷൻ ആഡ് ചെയ്യുക. കൊളൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില വേർഡിൻ്റെ കൂടെ ചില വേർഡ്സ് മാത്രമാണ് സ്യൂട്ടബിൾ ആയിട്ട് വരുള്ളൂ, കറക്റ്റ് മാച്ച് ആയിട്ട് വരുള്ളൂ. അത്തരത്തിലുള്ള ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെ ഒരു കാറ്റഗറി ആയിട്ട് തരം തിരിച്ചിരിക്കുകയാണ് കൊളൊക്കേഷൻ എന്നുള്ള പേരിൽ. നല്ല സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. പറഞ്ഞതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.